മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വാസ്തവത്തിൽ ഇതൊരു വിവർത്തന പ്രൊജക്റ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിലുള്ള ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന്, ഇതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ ഈ പുസ്തകമായി പരിചയപ്പെട്ട 1988 മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ്. അത് ഈ പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയുടെ താല്പര്യമനുസരിച്ച് ഈ ഒരു ഫോർമാറ്റിൽ യൂട്യൂബ് ചാനൽ വഴി ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം ഇന്ന് ലോക വിവർത്തന ദിനമാണ്. വിവർത്തകർക്കായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് നിശ്ചയിച്ച ദിവസമാണ് സെപ്റ്റംബർ 30. വിവർത്തനവുമായി ഹോമിയോപ്പതി എന്ന ശാസ്ത്രത്തിനുള്ള ബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാം. കാരണം നമ്മളുടെ മാസ്റ്റർ ഡോക്ടർ സാമുവൽ ഹൈനിമാൻ അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിനായി വിവർത്തനം, ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് അങ്ങനെ തുടങ്ങിയ ഭാഷകളിൽ നിന്നും ജർമ്മനിലേക്കും തിരിച്ചുമൊക്കെയുള്ള വിവർത്തനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പഠനകാലത്ത് ജീവിച്ചിരുന്നത്. ആ വിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നു. അദ്ദേഹം ഒരുപക്ഷെ സാമുവൽ ഹൈനിമാൻ അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു കാലയളവിൽ അത് കണ്ടെത്തും. കാരണം ഹോമിയോപ്പതി ഒരു നാച്ചുറൽ ലോയാണ്, അതൊരു ഇൻവെൻഷനല്ല, അതൊരു ഡിസ്കവറിയാണ്. എങ്കിലും ഇന്നത്തെ രീതിയിൽ അതിൻ്റെ ഡിസ്കവറിക്ക് പിന്നിൽ, കണ്ടെത്തലിന് പിന്നിൽ വിവർത്തനത്തിൻ്റെ പ്രധാന പങ്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പരമ്പരയുടെ 99ാമത്തെ എപ്പിസോഡിലെത്തിയിരിക്കുകയാണ്. 100ാമത്തെ എപ്പിസോഡിന് ഒരു പടി മുന്നിൽ മാത്രം. ഈ എപ്പിസോഡിൽ നമ്മൾ അക്കോണൈറ്റിൻ നാപ്പിലസ് എന്ന അധ്യായം തുടരുകയാണ്. അതിൻ്റെ 7ാം ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായതുകൊണ്ടും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയോ മിസ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്ത ഔഷധമായതുകൊണ്ടുമാണ് അത് കൂടുതൽ എപ്പിസോഡുകളെടുത്ത് ഇതേപോലുള്ള ഔഷധങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ പലതവണ പറഞ്ഞതുപോലെ കെൻ്റ് ഒരു ലെക്ചറിൻ്റെ ഭാഗമായി സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് സ്റ്റുഡൻസിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം മെറ്റീരിയ മെഡിക്കയുടെ പ്രൊഫസറായിരുന്നെങ്കിലും ഒരു ഓർഗൻ പ്രൊഫസർ ചെയ്യേണ്ട ജോലി കൂടി ഒരുപക്ഷെ കൂടുതൽ ഭംഗിയായിട്ട് മെറ്റീരിയ മെഡിക്കയുമായിട്ട് ലിങ്ക് ചെയ്ത് ജനറൽ സിംപ്റ്റംസ് പറയുമ്പോഴല്ല, പർട്ടിക്കുലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പോലും അദ്ദേഹം പറയും. കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസിലുണ്ടായിരുന്ന ചില ദുഷ്പ്രവണതകളെ നീക്കിക്കളയാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അക്കോണൈറ്റത്തിൻ്റെ പർട്ടിക്കുലേഴ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. എങ്കിലും അവിടെയും അദ്ദേഹം അത് കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ പറയുന്നുണ്ട്. അത് സവിശേഷമായി നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഇറ്റ് ഇൻ ദിസ് ത്രോട്ട് ദാറ്റ് റിയലി റെപ്രസെന്റ് ദ പേഷ്യൻറ്റ്? ഓഫ് കോഴ്സ് എനി സോർനെസ് ഓഫ് ദ ത്രോട്ട് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് സോളോ. അപ്പോൾ ത്രോട്ടിൻ്റെ സിംറ്റംസാണ് പറയുന്നത്. അപ്പോൾ ഈ ത്രോട്ടിൽ പേഷ്യൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് എന്താണുള്ളത്? ത്രോട്ട് ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. എങ്കിലും അതിനേക്കാളും പ്രധാനപ്പെട്ട തലച്ചോറ്, തല, ഹൃദയം തുടങ്ങിയ ഭാഗങ്ങളുണ്ട്, മനസ്സുണ്ട്, വില്ലുണ്ട്, ഇൻ്റലക്റ്റുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ത്രോട്ടിൽ ആ പേഷ്യൻറ്റിനെ ആസ് എ വോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണുള്ളതെന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വരുന്നത് ആ ജനറാലിറ്റീസിലേക്ക് തന്നെയാണ്. ത്രോട്ടിൻ്റെ സിംറ്റംസിനെ മാത്രം ആശ്രയിച്ചൊരു പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകരുത് എന്നുള്ളതിൻ്റെ നാന്ദിയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു വരുന്നത്. ഐ മീൻ ടു ഇൻഫർ ദാറ്റ് ദർ ഇസ് നത്തിങ് ഇൻ ദ സോർനെസ് ടു റെപ്രസെൻറ്റ് ടു ദ ഫിസിഷ്യൻ ദ അക്കോണൈറ്റ് പേഷ്യൻറ്റ്. അതായത് ഈ അക്കോണൈറ്റ് പേഷ്യൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് ത്രോട്ടിൽ മാത്രമായി യാതൊന്നുമില്ല. ഒരു ഫിസീഷ്യൻ്റെ നോട്ടത്തിൽ ആ പേഷ്യൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായി
അയാളുടെ ത്രോട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല. If that individual were a plethoric individual, if he had been riding in a cold, raw wind a good part of the day, and he had wakened in the night with a violent burning, tearing, sore throat, and he could not swallow, and the fever come on high, and he had thirst for cold water, and he could not get enough of it, he was in an anxious, feverish state. You have then a patient to prescribe for. ഉണ്ടോ? ത്രോട്ടിൻ്റെ സിംറ്റംസാണ് പറയുന്നത്. പക്ഷേ ത്രോട്ടിൻ്റെ സോർനെസ് വെച്ചുകൊണ്ട് ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർക്ക് മനസ്സിലാക്കാൻ യാതൊന്നുമില്ല. അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ ആ ഒരു കണ്ടീഷൻ വരുന്നതിന് മുന്നോടിയായി അയാൾ തലേന്ന് കുറേ സമയം തണുത്ത ഒരു ഡ്രൈ വിൻഡി ക്ലൈമറ്റിൽ അയാൾ വാഹനം ഓടിക്കുകയോ അതിൽ ചിലവഴിക്കുകയോ ഒക്കെ ചെയ്യുകയും രാത്രിയാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അയാൾ ഉണർന്നെഴുന്നേൽക്കുകയും തൊണ്ട അടഞ്ഞിരിക്കുന്നു, തൊണ്ടവേദന, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, പിന്നെന്താ വയലൻ്റായിട്ടുള്ള പെട്ടെന്ന് വരുന്ന കൊടുങ്കാറ്റ് പോലും വയലൻ്റായിട്ടുള്ള ഫീവർ, ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ആ തൊണ്ടവേദന അക്കോണൈറ്റം പേഷ്യൻ്റ് റെപ്രസെൻ്റ് ചെയ്യും. അല്ലാതെ വെറും ഒരു തൊണ്ടവേദന ഈ പറയുന്ന പോലെ ഒരു സോർനെസ്സും മറ്റുമൊക്കെ ആണെങ്കിൽ അത് അക്കോണൈറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനായിട്ട് വരുമ്പോഴും ഹോമിയോപ്പതിയിൽ എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് ഔഷധങ്ങളിൽ തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സോർ ത്രോട്ടും മറ്റുമൊക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് എന്ത് സ്വീകരിക്കും നിങ്ങൾ? ഇനി റെഡിഷ്നെസ് എടുത്തു, വയലൻസ് എടുത്തു, അങ്ങനെ 2-3 കാര്യങ്ങൾ എടുത്തു. എന്നാലും എത്രയോ മരുന്നുകൾ എടുക്കുന്നു. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അക്കോണൈറ്റത്തിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് മറ്റേതെങ്കിലും ഔഷധത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഔഷധത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ജനറൽ കണ്ടീഷൻ ഉണ്ടാവണം. അക്കോണൈറ്റത്തെ സംബന്ധിച്ചുള്ള ജനറൽ കണ്ടീഷനാണ് എൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം പ്രാധാന്യം ആ ഒരു ഔഷധത്തിൻ്റെ, ഏത് ഔഷധത്തിൻ്റെ ആയാലും അതിൻ്റെ ജനറൽ കണ്ടീഷന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. Many times will patients become intelligent enough under your observation to write just some member of the family acts like. ഒരു സാഹചര്യം പറയാണ്, you know just what the patient look like. അപ്പോൾ പേഷ്യൻ്റ് എങ്ങനെയാണ്, പേഷ്യൻ്റെ കണ്ടാൽ ഇരിക്കും എന്നറിയാമെങ്കിൽ ഓക്കെ. അല്ലാതെ എന്തെങ്കിലും ഒബ്സർവേഷൻ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ഒരു ഇൻ്റലിജൻ്റ് ഒരു അതായത് ഇപ്പോൾ ഒരു രോഗിയുടെ വിവരങ്ങൾ, ഒരു കുടുംബത്തിലെ രോഗിയുടെ വിവരങ്ങൾ ഒരാൾ എഴുതി ഡോക്ടർക്ക് കൊണ്ടേ കൊടുക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആളാണെങ്കിൽ ആ വീട്ടിലെ ആ ഒരു അംഗത്തിൻ്റെ അവസ്ഥയെ പൂർണ്ണമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ എഴുതും. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇനി അത് മറ്റു തരത്തിൽ വീണ്ടും പറയുകയാണ്. ഇവിടെ ഈ പറയുന്നതിലൊരു റേസിസ്റ്റ് ചൊവ്വ തോന്നിയേക്കാം, പക്ഷെ അതൊന്നും ഉദ്ദേശമല്ല അദ്ദേഹം പറയുന്നത്. The black man will sometimes give the best kind of a description, better than the Vasar girl who writes us. അപ്പോൾ ഈ ബ്ലാക്ക് മാനും വസാർ ഗേൾ എന്ന് പറയുന്നത് ഒരു റേസിസ്റ്റ് പരാമർശമായിട്ട് തെറ്റിദ്ധരിക്കരുത്. 1 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു വിദ്യാഭ്യാസ അവസ്ഥയിൽ, അമേരിക്കയിലെ ഒരു അവസ്ഥയിൽ ബ്ലാക്ക് പീപ്പിളിന് നല്ല ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ അഡ്മിഷൻ കിട്ടാതിരുന്നൊരു സാഹചര്യത്തിൽ ബ്ലാക്ക് പീപ്പിൾ മാത്രം 1 നൂറ്റാണ്ട് മുമ്പല്ല, അതിനുശേഷവും ഒരു 45-50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ മ്യൂസിക് പഠിക്കാൻ പോയ പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ കിട്ടിയ യൂണിവേഴ്സിറ്റി ബ്ലാക്സിൻ്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ കാത്തലിക് നൺസ്, സിസ്റ്റേഴ്സ് നടത്തിയിരുന്നൊരു യൂണിവേഴ്സിറ്റി അത്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാത്ത പിന്നോക്കക്കാരായിട്ടുള്ള കറുത്തവർഗക്കാരെ, ഏഷ്യക്കാർക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് നടത്തിയിരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് നല്ല സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് പഠിപ്പിച്ചത്. അതൊരു ഐവി ലീഗായിരുന്നു. അമേരിക്കയിലെ എലീറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഈ ഐവി ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോലും, ജെറി അമൽദേവ് അവിടെ പഠിക്കാൻ പോയ കാലഘട്ടത്തിൽ പോലും ആ ഒരു റേസിസം അവിടെ ഉണ്ട്. അപ്പോൾ 1 നൂറ്റാണ്ട് മുതലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പം അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഒരു കറുത്ത ആൾ ഒരു
വളരെ ഭംഗിയായിട്ട് എഴുതും. കാരണം അയാൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, എന്നാൽ പോലും അയാൾ എഴുതും. പക്ഷേ ഈ വസാർ ഗേൾ എന്ന് പറയുന്നൊരു അതൊരു യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ ഒരു എലീറ്റ് കോളേജാണ് വസാർ കോളേജ്. അപ്പോൾ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ വളരെ പോളിഷ്ഡായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, വളരെ ഫാഷനബിളായിട്ട് ഒരു സമൂഹത്തിൽ നടന്നിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു ക്രീമി ലെയർ ആളുകളെ കുറിച്ചാണ് ഈ വസാർ ഗേൾ എന്ന് പറയുന്നത്. അവർ രണ്ടിനെയും കമ്പയർ ചെയ്ത് വരുന്ന 6 അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാൾ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിൽ ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എഴുതിയിരിക്കും. പക്ഷേ ഈ എലീറ്റ് എന്ന് പറയുന്നവർ ചിലപ്പോൾ എഴുതുന്ന വായിച്ചു കഴിഞ്ഞാൽ ഹോമിയോപാത്തിന് ആ പേഷ്യൻറ്റിൻ്റെ ഡ്രഗ് പിക്ചറിനെ കുറിച്ച് ഒരു രൂപവും കിട്ടില്ല. അപ്പോൾ അതിപ്പോഴും പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ, സാധാരണ മനുഷ്യർ, വളരെ സാധാരണക്കാരായ, എനിക്ക് ഡോക്ടർ ഷെനായുടെയും ബാബുചേട്ടൻ്റെയൊക്കെ അനുഭവങ്ങൾ എനിക്കറിയാം. കൊച്ചിയിലെ തനി സാധാരണക്കാർ വന്നിട്ട് വളരെ പച്ചയായ രീതിയിൽ അവരുടെ അനുഭവങ്ങൾ പറയും, വളരെ ഉപകരിക്കുന്ന അനുഭവങ്ങൾ പറയും. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ അവരുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ചുകൊണ്ട് അവർ വളരെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ട്, സോക്കോൾഡ് ശാസ്ത്രീയമായിട്ട് ലക്ഷണങ്ങൾ പറയും. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു ഹോമിയോപ്പതിന് യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇന്ന് നിലനിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നതാണത്. വസാർ ഗേൾ, ഒരു എലീറ്റ് ഗേൾ എഴുതുന്ന കാര്യം പറയാം. ഡോക്ടർ, വിൽ യു പ്ലീസ് സെൻഡ് ദ മെഡിസിൻ, ഐ ഹാവ് ലുക്ക്ഡ് ഇൻ ടു ദ ത്രോട്ട് ആൻഡ് ഇറ്റ് ഈസ് റെഡ്. അപ്പോൾ വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി എഴുതിയിരിക്കുന്നതാണ്. ഡോക്ടറെ, ആ മരുന്നൊന്ന് അയച്ചു തരുമോ? ഒരു മെസ്സേജ് കൊടുത്തു വിടുക ഡോക്ടർക്ക്. ഞാൻ തൊണ്ടയിൽ നോക്കി, തൊണ്ട നല്ല ചുവന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഈ വിദ്യാസമ്പന്നയായ യുവതിയുടെ ഈ കത്ത് കൊണ്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? തൊണ്ട ചുവന്നിരിക്കുന്നു, എന്ത് മരുന്ന് കൊടുക്കും? പക്ഷേ ഒരു ഇല്ലിസ്ട്രേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു ബ്ലാക്ക് മാൻ ചിലപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കും, ഞാൻ ഡോക്ടറെ, ഞാൻ ഇന്നലെ തണുപ്പത്ത് പോയി, തണുപ്പ് വല്ലാതെ അടിച്ചു, വല്ലാത്ത പ്രയാസം ഉണ്ടായി, രാത്രിയായി കഴിഞ്ഞപ്പോൾ ഉണർന്നു, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ അത് ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ ഷേണായിൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ ഷേണായിക്കും ബാബുച്ചേട്ടനൊക്കെ അങ്ങനെയുള്ള ടിപ്പിക്കൽ അനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്കറിയാം, നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ അത്തരം അവസ്ഥകളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായ സിംറ്റംസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ദ സ്റ്റൊമക് സിംറ്റംസ്, വാട്ട് ആൻ ആങ്ഷ്യസ് പേഷ്യൻറ്റ് വി ഹാവ്. എക്സ്ക്ലമേഷനോട് പറയുക, സ്റ്റൊമക് സിംറ്റംസ് എടുത്താലും ഒരു ആങ്സൈറ്റി, വല്ലാതെ ആങ്സൈറ്റിയുള്ള പേഷ്യൻ്റാണ് അക്കൗണ്ടൻ പേഷ്യൻറ്റ്. അക്കൗണ്ടൻ പേഷ്യൻ്റെ മുഖത്ത് ആങ്സൈറ്റി ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നുള്ളൂ, ഡെപ്പിക്റ്റഡ് അപ്പോൺ ഹിസ് ഫേസ്. വയറിൻ്റെ പ്രശ്നമായാലും ശരി, പനിയായാലും തലവേദനയായാലും എന്തായാലും ശരി, അവർ വല്ലാത്ത മുഖം കണ്ടാൽ തന്നെ ഒരു ആങ്ഷ്യസ് ഫേസ് നമുക്ക് മനസ്സിലാവും. The pains are dreadful, burning pains, tearing pains, with anxiety, with restlessness, with fever, coming on from taking cold, not from overeating. അതായത് വയറിൻ്റെ പ്രശ്നങ്ങളോ വല്ലാതെ തിന്നിട്ടോ മറ്റൊക്കെയാണ് ഉണ്ടാകുന്നത്, ഓവർ ഈറ്റിംഗ്. പക്ഷേ ഇവിടെ ഓവർ ഈറ്റിംഗ് അല്ല, തണുപ്പടിച്ചുകൊണ്ടാകുന്ന വയറ് പ്രശ്നം. ബട്ട് ഫ്രം ടേക്കിംഗ് കോൾഡ് വിച്ച് ഹാസ് സെറ്റിൽഡ് ഇൻ ദ സ്റ്റൊമക്, ഫ്രം എക്സ്പോഷർ ടു ആൻ ഐസ് ബാത്ത്, ഓർ ഇൻ എ വെരി ഹോട്ട് സമ്മർ ഫ്രം ഇൻറ്റൻസ് ഹീറ്റ്. ഉണ്ടോ? വല്ലാത്ത ഹോട്ട് സമ്മർ, തണുപ്പ് സീസണിൽ തണുപ്പടിച്ചിട്ട്, വല്ലാത്തൊരു ഹോട്ട് സീസണിൽ വല്ലാത്തൊരു ചൂടടിച്ചിട്ട്, അതുകൂടി അക്കൗണ്ടത്തിലുണ്ട്. നമ്മുടെ സാഹചര്യത്തിൽ പ്രായോഗികമായി വന്നേക്കാവുന്നത് അത്തരം കാര്യങ്ങളാണ്. അസോസിയേറ്റ് വിത്ത് ആൻ ഇറിറ്റബിൾ ബ്രെയിൻ ഇൻ വിഗറസ് ചിൽഡ്രൻ. വിഗറസായിട്ട്, വളരെ വിഗറസായിട്ടുള്ള കുട്ടികളിൽ, ഇറിറ്റബിൾ ബ്രെയിനുള്ള കുട്ടികളിൽ വല്ലാതെ ചൂടടിച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും വരാം. അപ്പോൾ ബ്രെയിൻ്റെ ഇറിറ്റബിലിറ്റി വർദ്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വൊമിറ്റിംഗ് ആൻഡ് റച്ചിങ്, ടിയറിങ് ആസ് ഇറ്റ് വേർ, ദ വെരി ഇൻസൈഡ് ഔട്ട് ബൈ ദ ഓഫുൾ റച്ചിങ്. അപ്പോൾ റച്ചിങ് എന്ന് പറഞ്ഞാൽ വൊമിറ്റിംഗ് അല്ല, വൊമിറ്റിങ്ങിനുണ്ടാകുന്ന ശബ്ദം ചിലപ്പോൾ വായിൽ നിന്നും വന്നിരിക്കില്ല, പക്ഷെ ഇങ്ങനെ വല്ലാതെ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ വളയും. റച്ചിങ്, കുടൽ വയറ്റിൽ നിന്നും പുറത്തു പോകാനില്ല, പക്ഷെ നമ്മൾ ആ വിസറ മുഴുവൻ പുറത്തു പോയേക്കുമോ എന്ന് തോന്നുന്നു ആ ശബ്ദമുണ്ട്, അതാണ് റച്ചിങ്. ടിയറിങ്, ദ വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ്, ബ്രൈറ്റ് ബ്ലഡ്, റെഡ് ബ്ലഡ്, ബ്രൈറ്റ് ബ്ലഡിൻ്റെ വൊമിറ്റിംഗ് ഉണ്ട്. ദിസ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ദ ജനറൽ സ്റ്റൊമക് ട്രബിൾ. സ്റ്റൊമക്കിൻ്റെ ജനറൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണത്. ഡ്യൂറിങ് ദിസ് ഫെബ്രൈൽ സ്റ്റേജ് ഹി ക്രൈസ് ബിറ്റർ തിങ്സ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. ഇത്തരം ഒരു ഫെബ്രൈൽ കണ്ടീഷനിൽ പേഷ്യൻ്റ് വല്ല കയ്പുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ള ക്രേവിങ് ഉണ്ടാവും. കയ്പുള്ള സാധനങ്ങൾ കുടിക്കണം. ഇപ്പോൾ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിക്കുന്നത് ചിലർ പറയില്ലേ, അതൊരു ബിറ്റർ തിങ്സിനോടുള്ള ക്രേവിങ് ആണ്. വൈനിനോട്, ബിയറിനോട്, ബ്രാൻഡിയോട്. പക്ഷേ എന്താണ്, ബട്ട് ദേ വിൽ കം അപ്പ് ആസ് സൂൺ ആസ് ദേ റീച്ച് സ്റ്റൊമക്ക്. പക്ഷേ ഈ ക്രേവിങ് കൊണ്ട് കഴിച്ചാൽ വയറിലെത്തിയ ഉടനെ അത് പുറത്തേക്ക് ചാടും. ഹി ക്രേവ്സ് പഞ്ചൻ തിങ്സ്, നത്തിങ് ടേസ്റ്റ് ബിറ്റർ ഇനഫ്. പഞ്ചൻ തിങ്സ് ആഗ്രഹിക്കും, അതായത് സാധാരണ ഇത് ഇഷ്ടപ്പെടാത്തതൊക്കെ ആഗ്രഹിക്കും, പക്ഷേ അതൊന്നും പോരാ, അതിനൊന്നും കയ്പ് പോരാ എന്നുള്ളൊരു
ചില ചായക്ക് സ്ട്രെങ്ത് പോരാ, കുറച്ചുകൂടി സ്ട്രോങ് ചായ ഏതാണെന്ന് ചിലർ പറയും, ചില രോഗികൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന. ഇഫ് ഹി കുഡ് ഓൺലി ഗെറ്റ് സംതിങ് ബിറ്റർ, എന്തെങ്കിലും ബിറ്ററായിട്ടൊന്നും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. ആൻഡ് യെറ്റ് ഹിസ് ഫുഡ് ടേസ്റ്റ് ബിറ്റർ, എവറിത്തിങ് ഹി ഈസ് ടേസ്റ്റ് ബിറ്റർ, എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. അപ്പോൾ ബിറ്റർ തിങ്സിനോടുള്ള അല്ലെ പഞ്ചൻ തിങ്സിനോടുള്ള ആഗ്രഹത്തിനോടൊപ്പം അയാൾ കഴിക്കുന്നതിൽ പച്ചവെള്ളം ഒഴികെ എല്ലാത്തിനെയും രുചി കൈപ്പാട് തോന്നും. നമ്മൾ നേരത്തെ കണ്ടതാണ്, പച്ചവെള്ളം മാത്രം നോർമൽ ടേസ്റ്റ്ലെസ്, ബാക്കിയെല്ലാം വല്ലാതെ കയ്പിൻ്റെ ഫീല്. ദ വേർഡ് ഇൻ ദ ടെക്സ്റ്റ് ഈസ് ക്ലിനിക്കൽ വേർഡ്. ഇറ്റ് സേസ് ഗ്യാസ്ട്രിക് കാറ്റാർസ്. ഒരു ക്ലിനിക്കലായിട്ടുള്ളൊരു ടേം ഗ്യാസ്ട്രിക് കാറ്റാർസ്. ഇതിനെ മീഡിയ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ, ഗ്യാസ്ട്രിക് കാറ്റാർ. ഇറ്റ് ഈസ് എ വെരി ഷാർപ്പ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ഇത് ആ ഒരു അക്കോണൈറ്റത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള അക്യൂട്ട് ഇൻഫ്ലമേഷനാണ് സ്റ്റൊമക്കിൻ്റെ. റച്ചിങ്, വോമിറ്റിംഗ് ഓഫ് ബൈൽ, വോമിറ്റിംഗ് ഓഫ് ബ്ലഡ്, ഇൻഎഫക്ച്വൽ അർജിങ് ടു വോമിറ്റ് വെൻ ദർ ഇസ് നത്തിങ് ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിലൊന്നുമില്ല, അത് നേരത്തെ പറഞ്ഞത്. റച്ചിങ്, വയറ്റിലൊന്നുമില്ല, പക്ഷേ ഈ കുടൽ മുഴുവൻ പുറത്തു വരുന്ന തരത്തിൽ വല്ലാത്ത ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ വളയും, റച്ചിങ്. ഇനി അതിനോടൊപ്പം എന്താ, വിത്ത് ഇറ്റ് ദർ വിൽ ബി ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഫിയർ ഓഫ് ഡെത്ത്. The fear depicted upon the countenance makes an awful expression. അത് നേരത്തെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞതാണ്, ആ ഫിയറും ആങ്സൈറ്റിയും ആ പേഷ്യൻ്റെ മുഖത്ത് ഇങ്ങനെ ഡെപ്പിക്റ്റഡ്, കൊത്തിവെച്ചതുപോലെ. നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാഷ്വലായിട്ട് നോക്കിയാൽ പോലും മനസ്സിലാവും. സൂക്ഷ്മ നിരീക്ഷണം വേണമെന്നില്ല, ഒരു കാഷ്വൽ ഒബ്സർവർ പോലും മനസ്സിലാകുന്ന തരത്തിൽ ആ അക്കോണിറ്റം പേഷ്യൻ്റെ മുഖത്ത് ആങ്സൈറ്റിയും ഫിയറിങ്ങിനെ കൊത്തിവെച്ചതുപോലെ ഇരിക്കും. അക്കോണിറ്റം ഈസ് എ യൂസ്ഫുൾ മെഡിസിൻ ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ when it comes suddenly. അപ്പോൾ ഒരു സഡൻനെസ്, കൊടുങ്കാറ്റ് വരുന്ന സഡൻനെസ് ഉണ്ടെങ്കിൽ അക്കോണൈറ്റ് ലിവറിൻ്റെ ഇൻഫ്ലമേഷനും അക്കോണൈറ്റം വരും. ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ ഇൻ റിപ്പീറ്റഡ് അറ്റാക്സ്. പക്ഷേ നേരത്തെയും കണ്ടാണ്, റിപ്പീറ്റഡ് അറ്റാക്സ് ഇല്ല. അതിൻ്റെ ഫസ്റ്റ് അറ്റാക്കിൽ, ഇൻ ദ ഫസ്റ്റ് അറ്റാക്ക് വയലന്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ വിത്ത് വയലന്റ് ടിയറിംഗ് പെയിൻസ് ആൻഡ് മച്ച് ബേണിംഗ്. വല്ലാതെ പറിച്ചു കീറുന്ന പോലെ, ലിവർ പറിച്ചു കീറുന്ന പോലെ വേദന, വല്ലാതെ പൊള്ളുന്ന വേദന. Then comes the restlessness, the awful tortures of anxiety, moving constantly, fear of death, red face, glassy eyes, great thirst. അപ്പോൾ ഈ ടിയറിംഗ് പെയിൻ, ലിവറിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻസിൻ്റെ ഈ പ്രശ്നങ്ങളോടൊപ്പം, സ്റ്റൊമക്കിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം എന്താ വരുന്നത്, ആ ഒരു അക്കോണൈറ്റത്തിൻ്റെ തനി സ്വഭാവം, ടോർച്ചേഴ്സ് ഓഫ് ആങ്സൈറ്റി. വെറുതെ ആങ്സൈറ്റി അല്ല, ആങ്സൈറ്റി ഉണ്ടാകുന്ന ടോർച്ചർ. ടോർച്ചർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അതൊരു വല്ലാതൊരു സൂപ്പർലേറ്റീവ് വേർഡാണ് ഇംഗ്ലീഷിൽ, ടോർച്ചർ. ഒരു സൂപ്പർലേറ്റീവ്, വളരെ രൂക്ഷമായൊരു അനുഭവം, വല്ലാത്ത പീഡനം, അതികഠിനമായ പീഡനത്തെ കുറിക്കുന്ന ഒരു വാക്കാണ് ടോർച്ചർ. ടോർച്ചേഴ്സ് ആങ്സൈറ്റി, ഉത്കണ്ഠ അയാളെ അത്രയ്ക്ക് പീഡിപ്പിക്കും ഉത്കണ്ഠ. മൂവിങ് കോൺസ്റ്റൻ്റ്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. മരണത്തെക്കുറിച്ചുള്ള ഭയം, മുഖമാകെ ചോന്നിരിക്കുന്നു. ഗ്ലാസി ഐസ്, ഗ്രേറ്റ് തേഴ്സ്റ്റ്, വല്ലാതെ ദാഹം. അപ്പോൾ ഈ റെഡ്നെസ്സൊക്കെ കാണുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകും, പക്ഷേ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് കേസ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രാക്ടീഷണേഴ്സും അവരുടെ പ്രാക്ടീസിൻ്റെ തുടക്കത്തിൽ എന്നോട് പറഞ്ഞിട്ടാണ് ഈ അക്കോണൈറ്റവും ബെൽഡോണയും തമ്മിൽ പലപ്പോഴും മാറിപ്പോയിട്ടുണ്ടെന്ന്. അവർക്ക് തുടക്കത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നതാണ്. പിന്നീട് ഞങ്ങളന്ന് ബാബുശ്ശേരിൻ്റെ വീട്ടിൽ ചേർന്ന് ഇവരുടെ പ്രാക്ടീസിൻ്റെയൊക്കെ തുടക്കത്തിൽ കേസൊക്കെ റിവ്യൂ ചെയ്യായിരുന്നു. വിശദമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും അക്കൗണ്ടിങ് കേസാണ് ബെൽഡോണ കൊടുത്തിരിക്കുന്നത്, അല്ല ബെൽഡോണ കേസിന് കൊണ്ട് അക്കൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫറംബോസ് കൊടുക്കേണ്ട കേസിൽ അക്കൗണ്ടിൻ്റെ ബെൽഡോണയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തുടക്കത്തിലങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ അവരൊക്കെ ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നൊരു ഗ്രൂപ്പാണത്. കുറച്ച് കാലം കൊണ്ട് തന്നെ അവർക്ക് ആ തെറ്റുകൾ മനസ്സിലാക്കാനും കൃത്യമായിട്ട് സിംറ്റംസ് എടുക്കാനും പിന്നീട് ആ ഫെയിലിയർ ഉണ്ടാകാതിരിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആങ്ഷ്യസ് റെസ്റ്റ്ലെസ്നെസ് കവേഴ്സ് നിയർലി ഓൾ ഓഫ് ദീസ് തിങ്സ്. ഇതെല്ലാത്തിനെയും കവർ ചെയ്യുന്നൊരു കോൺ ഫാക്ടറാണ് ആങ്ഷ്യസ് റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ്നെസ് വല്ലാതെ കണ്ട ആഴ്സനിക് ആൽബം പോലുള്ള ഔഷധങ്ങൾ ഓർക്കണം, അവിടുത്തെ പ്രൊസ്ട്രേഷനെ കുറിച്ച് ചിന്തിക്കണം, അക്കൗണ്ടത്തിൽ ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടെന്താണെന്ന് ചിന്തിക്കണം, കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. In the abdomen, there are shooting pains, burning, stinging pains after exposure to cold becoming chilled. അപ്പോൾ വയറ്റിലെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എപ്പോഴാണ് കോൾഡ് എക്സ്പോഷർ വരുമ്പോൾ ചിൽഡായി കഴിയുമ്പോൾ. We will soon come to think that
it does not make much difference where the disorder occurs. We must have the accommodated patients. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണ്, ഈ പ്രശ്നങ്ങൾ എവിടെയാണ് എന്ന് അല്ല പ്രശ്നം. ലിവറിലാണോ, വയറ്റിലാണോ, തൊണ്ടക്കാണോ അതല്ല പ്രശ്നം. ലങ്സിലാണോ, ബ്രെയിനിലാണോ എന്നുള്ള പ്രശ്നം. ഒരു അക്കോമഡേറ്റഡ് പേഷ്യൻ്റ് ആണോ, അക്കോമഡേറ്റഡിൻ്റെ ജനറൽ കണ്ടീഷൻ ഉണ്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ ഓരോ പർട്ടിക്കുലേഴ്സിലൂടെയും ഇത് കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുമെന്നാണ് എൻ്റെ പറയുന്നത്. ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലിനെക്കുറിച്ച് കേൾക്കാം. ഇതുവരെ ഈ ചാനൽ ശ്രദ്ധിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ 100 എപ്പിസോഡ് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെറും ഒരു മെഡിക്ക പഠനം മാത്രമല്ല, വെറുതെ ഒരു കെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കൽ മാത്രമല്ല, ഹോമിയോപ്പതി എന്നുള്ള മഹത്തായ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിൻ്റെ ഫിലോസഫിക്കൽ സൈഡും മെറ്റീരിയ മെഡിക്ക സൈഡും ട്രീറ്റ്മെൻറ്റിൻ്റെ തെറാപ്യൂട്ടിക്കൽ സൈഡും എല്ലാം ഒന്നിച്ചു ചേർന്ന് വളരെ ഹാർമോണിയസ് ആയിട്ട് മനസ്സിലാക്കാനുമുള്ള വളരെ നല്ലൊരു മാർഗമാണ് കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഇത് ഇനിയും അറിയാത്തവരിലേക്ക് നിങ്ങൾ ദയവായി എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്നവരുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നമുക്കതിലൂടെ ഹോമിയോപ്പതി വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിലൂടെ ബെനിഫിറ്റഡ് ആകുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമൂഹമാണ്, രോഗഗ്രസ്തമായ സമൂഹം. 100 കണക്കിന് പുതിയ തരം പനികളും പാർശ്വവ്യാധികളും മാരക രോഗങ്ങളും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൂടുതൽ കഷ്ടപ്പാടുകളിലേക്ക് പോകുന്ന നമ്മുടെ സമൂഹം. അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരിശ്രമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാണോ എന്ന് ഈ ഒരു വിവർത്തന ദിനത്തിൽ, ഈ വിവർത്തന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഒരു തൊഴിൽപരമായി ഒരു വിവർത്തനമായിട്ടുള്ള ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.